വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. ഇത്തവണ അധ്യയന വർഷം തുടങ്ങുമ്പോൾ താരമാകുന്ന ഒരു കൊച്ചുമിടുക്കിയുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിലാണ് കൊച്ചുമിടുക്കി. ചരിത്രത്തിൽ ആദ്യമായി ഈ വിദ്യാർത്ഥിയുടെ കവിതയാണ് പ്രവേശനോത്സവ ഗാനമാകുന്നത്. നമ്മുടെ മോളുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചു? കുട്ടിയുടെ പാട്ടൊക്കെ നന്നായില്ലേ? ഭദ്രാഹരിയെ പരിചയപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. കൊട്ടാരക്കര താമരക്കുടി SPHSSലെ 10ാം തരം വിദ്യാർത്ഥിനി. സമയമെടുത്ത് വളരെ നാൾ ആഗ്രഹിച്ച് താൻ എഴുതിയ കവിത സദസ്സിൽ അവതരിപ്പിക്കുന്നു ഈ മിടുക്കി. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. ചരിത്രത്തിലാദ്യമായി ഭദ്രാഹരിയുടെ കവിതയാണ് സ്കൂൾ പ്രവേശനോത്സവ ഗാനമാകുന്നത്. സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഗാനം ചിട്ടപ്പെടുത്തിയതും ആലപിച്ചതും. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം സെലക്ട് ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. നമ്മൾ അയച്ചു, അത്രേ ഉള്ളൂ. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു ഭാഗ്യമാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം തന്നെയാണ്. നമ്മുടെ കേരളം പല മേഖലകളിലായിട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള പുരോഗതി, അതായത് ഇപ്പോൾ സയൻസ് ആയാലും ഭാഷയായാലും, പിന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖല നൽകുന്ന മുൻഗണനയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ധനുമാസ പൗർണമി എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കി ഒട്ടനവധി കവിതകൾ എഴുതി കലോത്സവ വേദികളിൽ ഗ്രേഡുകൾ വാരിക്കൂട്ടി നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഈ മിടുക്കി. എഴുത്തിനോടുള്ള ഇഷ്ടം തുടങ്ങുന്നത് വളരെ ചെറിയ പ്രായത്തിൽ. പിന്തുണയുമായി അധ്യാപകരും കുടുംബാംഗങ്ങളും. ഒടുവിൽ പഠിച്ചു വലുതായി ജീവിതപാഠങ്ങൾ അതിജീവിച്ച് ഒരു എഴുത്തുകാരിയാവണമെന്നുള്ള ആഗ്രഹവും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 24 തിരുവനന്തപുരം.